അവനെ കാണുന്നില്ലല്ലോ. നീ അവനെ വിളിച്ചില്ലേ? ഇല്ല മച്ചാനെ, അവൻ വരും. നീ വരാൻ മാത്രല്ലേ പറഞ്ഞല്ലോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലടാ, ഇതവനൊരു സർപ്രൈസ് ആയിരിക്കും. അത് നശിപ്പിക്കല്ലേ. ഇത് വരുണും ദീപക്കും ചിത്തവും ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന 3 സുഹൃത്തുക്കൾ. ഇവർക്ക് മറ്റൊരു ഫ്രണ്ട് കൂടിയുണ്ട്, ശരത് മേനോൻ. പക്ഷേ അവൻ ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായിരുന്നു. കവിതകളും കഥകളുമായിരുന്നു അവന്റെ ലോകം. എങ്ങനെ അവൻ ഇവർക്കിടയിൽ വന്ന് പെട്ടുവെന്നറിയില്ല. പക്ഷേ എന്തിനും ഏതിനും ഇവർ ഒരുമിച്ചായിരുന്നു. ഈ കടൽത്തീരമായിരുന്നു ഇവരുടെ ഒത്തുചേരലുകൾക്ക് വേദിയായിരുന്നത്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും ഇവരുടെ സൗഹൃദത്തിന്റെ കഥയാകും പറയാനുണ്ടാവുക. ശരത്തിന് എല്ലാത്തിനും ഭയമായിരുന്നു. വെള്ളത്തിലിറങ്ങാൻ, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ, മറ്റുള്ളവരോട് ഇടപഴകാൻ, എല്ലാത്തിനും അവന് ഭയമായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ. ദീപക്കും വരുണും ചിത്തുവും ചേർന്ന് ശരത്തിനെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കവിതകൾ, അതായിരുന്നു ശരത്തിന്റെ ലോകം. അവൻ തന്നെ എത്രയോ കവിതകൾ എഴുതിയിരിക്കുന്നു. പക്ഷേ അതൊന്ന് വായിച്ചു നോക്കാൻ പോലും അവന് ഭാഗ്യമുണ്ടാകാറില്ല. അതിനു മുൻപേ അവനത് നഷ്ടപ്പെട്ടിരിക്കും. ശരത്ത് എഴുതുന്ന കവിതകൾ തട്ടിപ്പറിച്ചോടലായിരുന്നു അവന്റെ ഫ്രണ്ട്സിന്റെ പ്രധാന ഹോബി. ഇതുകൊണ്ടും തീർന്നില്ല. ദീപക്കും വരുണും ജിത്തുവും ഒപ്പിക്കുന്ന എല്ലാ കുസൃതികളും അവസാനം ശരത്തിന്റെ തലയിലാകാറാണ് പതിവ്. എടാ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വിളിക്കാം. എന്തിനാണല്ലേ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ? ഈ ചിന്ത ശരത്തിനുമുണ്ടായി. അവസാനം അവൻ തീരുമാനിച്ചു, അവൻ തന്റെ സുഹൃത്തുക്കൾക്കെഴുതി, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എന്റെ സുഹൃത്തുക്കളെ വിട്ട് ഞാൻ പോകുന്നു എന്റെ നാട്ടിലേക്ക്. ജിത്തുവിന്റെ ബാഗ കൊടുത്തേര്. ഇന്ന് ഞങ്ങൾക്ക് പുതിയൊരു സുഹൃത്തിനെ കിട്ടി, ശരത്ത്. കഥകളും കവിതകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാവം പയ്യൻ. ശരത്തിനെ എങ്ങനെയും സ്മാർട്ടാക്കി എടുക്കണം. മറ്റുള്ളവരോട് ഇടപഴകാനും സംസാരിക്കാനുള്ള അവന്റെ മടി മാറ്റണം. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ ശരത്തിന്റെ ബർത്ത്ഡേ. അവന് സമ്മാനിക്കാനായി അവന്റെ തന്നെ കവിതകൾ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിന്നാരോ നീ ഇന്നാരോ കൂട്ടിന് നീ പോരുന്നു, കാണാ വഴികൾ പോകും മുമ്പേ ഞങ്ങളിലെല്ലാം പാടുന്നു. അല്പം വൈകിയെങ്കിലും ശരത് തിരിച്ചറിഞ്ഞു. ഡിസ്റ്റർബൻസ്, ഇറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. വൈകിയുണ്ടാകുന്ന തിരിച്ചറിവുകൾ, അത് പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. എന്റെ ഫ്രണ്ട്സ് എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ചില കാത്തിരിപ്പുകൾ അത് ഒരിക്കലും അവസാനിക്കാറില്ല. ഹലോ, എന്ത് ആക്സിഡന്റോ? എന്റെ കവിതകളുമായി എന്റെ സുഹൃത്തുക്കൾ എന്നെ കാത്തിരുന്നു. എന്നാലിപ്പോ ഞാൻ അവർക്കായി കാത്തിരിക്കുന്നു. Friendship is like a rose. We don't realize its beauty until it fades, the late spring.